ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കാണാം വേഗത്തിൽ. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ സ്വാഗതം ചെയ്ത തിരുച്ചെന്തുറൈ ഗ്രാമം. വഖഫ് ബോർഡ് കൈവശം വച്ചിരിക്കുന്ന ക്ഷേത്രഭൂമി തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തിരുച്ചെന്തുറൈ. കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒരു നാട് ഒന്നാകെ നിയമ പോരാട്ടം നടത്തുന്നതിനിടെ. വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് രൂപീകരിക്കും. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ ഭേദഗതി ബിൽ ഇന്നലെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ജെഡിയുവും ടിഡിപിയും ശിവസേന ഷിൻഡെ വിഭാഗവും ബില്ലിനെ പിന്തുണച്ചു. ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷം മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റു. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാനമേറ്റ ശേഷം മുഹമ്മദ് യൂനുസിന് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമ പേജിൽ കുറിച്ചു. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ. രണ്ടാം ശ്രമത്തിൽ സീസണിലെ മികച്ച ദൂരം താണ്ടിയാണ് താരം തുടരെ രണ്ടാം ഒളിമ്പിക്സിലും മെഡൽ നേടിയത്. പാകിസ്ഥാൻ താരം അർഷദ് നദീമാണ് ഇതേ വിഭാഗത്തിൽ ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണ്ണ നേട്ടം കരസ്ഥമാക്കിയത്. ഗ്രനഡ താരത്തിനാണ് വെങ്കലം. നീരജ് ചോപ്രയ്ക്ക് അഭിനന്ദനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീരജ് വീണ്ടും തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. മറ്റൊരു ഒളിമ്പിക്സ് മെഡൽ കൂടി ലഭിച്ചതിൽ രാജ്യം ഒന്നാകെ സന്തോഷിക്കുകയാണ്. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് പ്രചോദനമാണ് നീരജ് ചോപ്രയെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നന്നായി മത്സരിച്ചുവെന്ന് നീരജ് ചോപ്ര. രാജ്യത്തിനായുള്ള ഓരോ നേട്ടത്തിലും സന്തോഷിക്കുന്നു. ഇന്നലെ അർഷാദിന്റെ ദിനമായിരുന്നു. ഇനിയുള്ള മത്സരങ്ങൾക്കായി കൂടുതൽ പരിശ്രമിക്കുമെന്നും നീരജ് ചോപ്ര പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ ഹോക്കി ടീം. വെങ്കല മെഡൽ സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ സ്പെയിനിനെ നേരിട്ട ഇന്ത്യ 1-2 ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത്. തുടക്കത്തിൽ 1 ഗോളിന് പിറകിൽ പോയ ശേഷം തിരിച്ചടിച്ചായിരുന്നു ഇന്ത്യയുടെ വിജയം. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിനെ അഭിനന്ദിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ഫോണിലൂടെയായിരുന്നു പ്രധാനമന്ത്രി താരങ്ങളെ നേരിട്ട് അഭിനന്ദനം അറിയിച്ചത്. അയോഗ്യതയ്ക്കെതിരെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക കോടതി ഇന്ന് വാദം കേൾക്കും. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് കോടതി വാദം കേൾക്കുക. അനുകൂലമായ വിധി വന്നാൽ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ വിനേഷിന് പങ്കിടും. വയനാട് ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങളിൽ ഇന്ന് ജനകീയ തിരച്ചിൽ. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാകും ഇന്ന് ജനകീയ പങ്കാളിത്തത്തോടെ തിരച്ചിൽ നടക്കുക. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി തിരച്ചിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദുരന്ത മേഖലകൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്ന് പരിഗണിക്കും. കോടതി കേസ് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന CPM നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭൗതികദേഹം ഇന്ന് പൊതുദർശനത്തിനായി വയ്ക്കും. രാവിലെ 10 മണിയോടെ നിയമസഭാ മന്ദിരത്തിലാണ് ആദ്യ പൊതുദർശനം. തുടർന്ന് കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്തും പൊതുദർശനമുണ്ടാകും. കുടിയേറ്റ വിരുദ്ധ കലാപത്തിൽ ജാഗ്രത തുടർന്ന് ബ്രിട്ടൻ. ഇതിനിടയിൽ സമാധാനാഹ്വാനവുമായി പൊതുജനങ്ങളും തെരുവിലിറങ്ങി. ഇതുവരെയായി കലാപങ്ങളിൽ പങ്കെടുത്ത 480 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 150ഓളം പേർക്കെതിരെ ചാർജ് ഷീറ്റും തയ്യാറാക്കി. മെഡിസെപ് പദ്ധതിയിൽ സുപ്രധാന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് മുൻ വർഷത്തെ പ്രീമിയം നിർബന്ധമല്ലാതാക്കി. 2024 ജൂലൈ 1 മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് കുടിശ്ശിക പ്രീമിയം നിർബന്ധമല്ലാതാക്കിയത്. ഇന്ത്യൻ ആവാസ് ഫൗണ്ടേഷൻ നവാഗത സാഹിത്യ പ്രതിഭാ പുരസ്കാരം മലയാളി എഴുത്തുകാരൻ ജയരാജ് ഋഷികേശിന്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിനാണ് അംഗീകാരം ലഭിച്ചത്. അസമിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാന
സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ശനിയാഴ്ച 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം. കൊച്ചിയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. പശ്ചിമ കൊച്ചി മേഖലയിലാണ് പ്രധാനമായും രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ പനിക്ക് ചികിത്സയ്ക്കെത്തുന്നവരിൽ പകുതിയും ഡെങ്കിപ്പനി ബാധിതർ. കൊച്ചി കോർപ്പറേഷന്റെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാനിടയാക്കിയ സാഹചര്യം ICMR പഠിക്കും. ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ICMRന്റെ ഇടപെടൽ. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നിലവിൽ 6 നെല്ലിമൂട് സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഓറഞ്ച് അലർട്ട്. ഹിമാചലിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് കന്യാകുമാരി ജില്ലയിലെ കടൽ തീരങ്ങളിൽ 11-ാം തീയതി വരെ സന്ദർശകർക്ക് വിലക്ക്. 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കടൽക്ഷോഭം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിന്റെ തീരദേശ പരിപാലന പ്ലാൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഇന്ന് സർക്കാരിന് കൈമാറും. ചെന്നൈയിലെ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ സാങ്കേതികമായ എല്ലാ അനുമതികളും പ്ലാന്റിന് ലഭിച്ചു. 2019 വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷം സമയമെടുത്താണ് പ്ലാൻ തയ്യാറാക്കിയത്. തുടർച്ചയായ ഭൂചലനങ്ങൾക്കും സുനാമി മുന്നറിയിപ്പിനും ശേഷം ജപ്പാനിൽ ജാഗ്രത. തെക്കൻ ജപ്പാൻ തീരത്താണ് സുനാമി മുന്നറിയിപ്പ് ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നത്. മിയാസാക്കിയിലും നിജിനാനിലുമായി 6.9, 7.3 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നത് ഇന്നലെ രാവിലെ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ദൗത്യ സംഘവും തയ്യാർ. UAE സ്വകാര്യവൽക്കരണ മന്ത്രാലയത്തിലെ സേവനങ്ങൾ ഇനി വീഡിയോ കോളിലൂടെയും ലഭ്യമാകും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും വീട്ടുജോലിക്കാർക്കും തൊഴിലുടമകൾക്കും മന്ത്രാലയത്തിലെത്താതെ തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ സാധിക്കും. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളുടെയും വിവരം ബഹുഭാഷയിലും ലഭ്യം. തൊഴിൽ നിയമലംഘകരെയും അനധികൃത താമസക്കാരെയും കണ്ടെത്തുന്നതിനുള്ള പരിശോധന ബഹ്റൈനിൽ ശക്തമാക്കി. നിരവധി നിയമലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയതായി അധികൃതർ. പിടിയിലായവർക്കെതിരെ നിയമപരമായ നടപടികളും സ്വീകരിച്ചു. യാത്രക്കാർക്ക് അവരുടെ വാഹനം സ്വയം പാർക്ക് ചെയ്യാനുള്ള അവസരമൊരുക്കി ദുബായ് രാജ്യാന്തര വിമാനത്താവളം. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് സംവിധാനം ലഭ്യമാകുക. ചുരുങ്ങിയ ദിവസത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായ തീരുമാനം. പോർച്ചുഗൽ ഇതിഹാസ താരം പെപ്പെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 41 വയസ്സിലാണ് പ്രതിരോധ ഭടൻ ബൂട്ടഴിക്കുന്നത്. 2019 മുതൽ പോർച്ചുഗൽ ക്ലബ്ബായ പോർട്ടോയുടെ താരമാണ് പെപ്പെ. രാജ്യത്തിനു വേണ്ടി 141 മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം 2024 യൂറോ ക്വാർട്ടറിൽ ഫ്രാൻസിനെതിരായാണ് അവസാന മത്സരം കളിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന്. CBI, ED കേസുകളിൽ ജാമ്യം തേടി സിസോദിയ സമർപ്പിച്ച ഹർജി വിധി പ്രസ്താവിക്കുന്നത് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. അന്താരാഷ്ട്ര മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ നൗ, മലയാളം സിനിമ ടുഡേ എന്നീ വിഭാഗങ്ങളിൽ 2023 സെപ്റ്റംബർ 1-നും 2024 ഓഗസ്റ്റിനും ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. കോഴിക്കോട് കുറ്റ്യാടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ചക്രസ്തംഭന സമരം ഇന്ന് രാവിലെ 11-ന് കുറ്റ്യാടി ടൗൺ, പേരാമ്പ്ര, നടുവണ്ണൂർ, തലക്കുളത്തൂർ എന്നിവിടങ്ങളിലാണ് സമരം.